ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി വെജ് കുറുമ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ആക്കി നോക്കുക. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ച കുറച്ച് ഗ്രീൻ പീസും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ അരക്കഷ്ണം ഉള്ളി, തക്കാളി, കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു അതും എടുത്തു, പിന്നെ 2 പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിനാവശ്യമുള്ള ഉപ്പ്, പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെച്ചു കേട്ടോ. അതേസമയം നമ്മൾ അരപ്പിനാവശ്യമുള്ള തേങ്ങ, കുറച്ച് ഉള്ളി മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം, ഒരു കഷ്ണം ഏലക്കായ, പിന്നെ 4-5 അണ്ടിപ്പരിപ്പ് ഞാൻ പിളർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ 2 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് വേണമെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കുട്ടികൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ ആദ്യം എടുത്ത് ആ ഒരു 2 പച്ചമുളകേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്തടിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെന്തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി കുറുകിയിട്ട് തന്നെ ഇരിക്കുന്നതിൻ്റെ കറി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി നമ്മുടെ വെജിറ്റബിൾ കുറുമ കറി റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും എല്ലാം ഗ്രീൻ പീസും എല്ലാം അടങ്ങിയ കറി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. മക്കളൊക്കെ പറഞ്ഞ് നല്ല ഇഷ്ടമായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയത് കാരണം തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് അരക്കുന്നതിൽ കൂടെ ചേർത്ത് അരക്കാം കേട്ടോ. അപ്പോൾ നല്ല എരിവ് കിട്ടും. അപ്പോൾ ഇവിടെ ആർക്കും എരിവ് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ സ്കൂളൊക്കെ അവധിയായിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ കറി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന്. അപ്പോൾ എല്ലാവർക്കും വെറൈറ്റി ആണല്ലോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നല്ലോണം വെജിറ്റബിൾസ് അടങ്ങിയ ഫുഡുകൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവരും ഹെൽത്തി ആവും, നമ്മളും ഹെൽത്തി ആവും അല്ലേ. അപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മാസമായത് കാരണം തന്നെ ഞാൻ കൂടുതലും വെജിറ്റബിൾസ് അടങ്ങിയ ഫുഡുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ഇന്നുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാത്തിനും ഒരുപോലെ മാച്ചാവുന്ന ഒരു കറി തന്നെയാണ് ഈ വെജിറ്റബിൾ കുറുമ. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റി. എല്ലാവരും നല്ല ചപ്പാത്തി മനസ്സ് നിറഞ്ഞ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.